നിങ്ങൾക്ക് കഴിയാത്തൊരു കാര്യം നിങ്ങളുടെ സ്നേഹിതൻ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ മുതൽ തുടങ്ങി നിങ്ങളുടെ സ്നേഹിതന് ആ ഒരു വിഷയത്തിൽ പ്രാവീണ്യമുണ്ട് എന്ന് പബ്ലിക്കിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സംഭവമാണ് കിരികിരിപ്പ് എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എന്താണ് അതിനകത്തെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാനാണ് ആളുകൾ കൂടുതലും. അത് സഹജമാണ്, അത് എല്ലായിടത്തും ഉള്ള കാര്യമാണ്. അത് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ചിലരങ്ങനെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്ന ഒരു കണക്കിന് ഗുണവുമാണ്, നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനും കഴിയും. പക്ഷേ നിങ്ങളൊരു വീട് പണിയുമ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു കുടിസ് വീടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കടത്തിണ്ണ ആയിക്കോട്ടെ, അത് നിങ്ങൾ പണിയുമ്പോൾ നിങ്ങൾ എവിടം വരെ വരാൻ പാടുള്ളൂ എന്നൊരു ചിന്താഗതി ഒരുപക്ഷെ നിങ്ങളോട് അസൂയുള്ളവർക്കുണ്ടായെന്ന് വരാം. ആ ഒരു ലെവലിനപ്പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചങ്കിന് വേദനയാണ്, അവർക്ക് വിരിക്കപ്പെടുത്തിയില്ല. സത്യമാണത്. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ശക്തമായിട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക. നിങ്ങളെ ഓർത്ത് പല്ല് കടിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ പല ഭാഗത്തിലുണ്ടായെന്ന് വരാം. അവരാ ടെൻഷൻ കൊണ്ട് നടന്നോട്ടെ. നിങ്ങൾ ശക്തമായിട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയും നിങ്ങളോട് ഉണ്ടാകും. നിങ്ങൾ മുഖാന്തരം അനേകർ സ്വാന്തനപ്പെടുകയും നിങ്ങൾ മുഖാന്തരം അനേകർ ആശ്വാസം പ്രാപിക്കുകയും ചെയ്യും. അത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. സ്തോത്രം. കുറച്ച് ആളുകൾ കൂടി ഒരു വലിയ വാൾ പണിയുക. ചൈനയുടെ വൻമതിൽ നിങ്ങൾക്കറിയാലോ. ചൈനയുടെ വൻമതിൽ ഇന്ന് പല ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വളരെ കിലോമീറ്റർ നീളമുള്ള ഒരു മതിലാണ് ചൈനയുടെ വൻമതിൽ. സ്തോത്രം. ആ മതില് ഇപ്പോൾ നമ്മൾ അല്പം ഇടിഞ്ഞും പൊളിഞ്ഞൊക്കെ പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ടെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് അതിനെ പുനരുദ്ധരിപ്പിച്ച് വീണ്ടും അത് പഴയ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് കാഴ്ചയ്ക്കൊരു ഭംഗിയാണെങ്കിലും ഇത്രയും കല്ലാ കാട്ടിക്കൊണ്ട് കളഞ്ഞല്ലോ, ഇത്രയും ആൾക്കാരുടെ മെനക്കേട് പണിയാ കാട്ടിക്കൊണ്ടാക്കിയല്ലോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഒരുപക്ഷെ കടന്നു വന്നേക്കാം. എന്നാൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു മതിൽ പണി നടക്കുന്നുണ്ട്. യെരുശലേമിന് ചുറ്റുമുള്ള മതിലിന്റെ പണി. ആ പണിയുടെ സമയത്ത് സൻബല്ലത്തും തോബിയാവും രണ്ടുപേര് ഈ യഹൂദന്മാരെ കളിയാക്കുന്ന ഒരു ഭാഗം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതങ്ങോട്ട് ആ കളിയാക്കലിന്റെ ലെവൽ അങ്ങ് വളരെ വളരെ മോശമായ ലെവലായിപ്പോയി. സ്തോത്രം. മതിൽ പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ രീതിയിൽ കല്ലും മണ്ണും പശമണ്ണും ഒക്കെ ഉപയോഗിച്ച് അതിശക്തമായ രീതിയിലാണ് ഈ മതിൽ അവർ പണിത് കയറ്റുന്നത്. അതൊരു ദൈവനിയോഗത്തോടെ തുടങ്ങിയ പരിപാടിയാണ്. പ്രത്യേകിച്ച് യഹൂദന്മാർ നിന്ദിക്കപ്പെട്ടവരായി മാറിക്കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മതിൽ പണിയാൻ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മുൻപോട്ട് വരികയാണ്. ആ സമയത്ത് തോബിയാവ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഇന്ന് രാവിലെ നമ്മുടെ ചിന്ത. 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാവേ. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമോന്യനായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കം കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. കണ്ടോ, ഇത്രയും വലിയൊരു പണിയെ നിസാര ഒരു കുഞ്ഞു ജീവി, ആ ജീവി ഈ മതിലിന്റെ മണ്ടയിലോട്ട് കയറിയാൽ ഉരുണ്ടു വീഴുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഇനി താഴ്ത്തി പറയാൻ വല്ലതും ഉണ്ടോ? ഇനി ഇതിൽ കൂടി കളിയാക്കാൻ ഇനി ഒരു വാക്കില്ല. സ്വത്രം. നമ്മുടെ ഭാഷയിൽ നമ്മളൊക്കെയാണ് കളിയാക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഒരു കാക്ക കയറി അതിനെ മണ്ടയിരുന്ന താഴെ പോയേനെ. ഉണ്ടോ? എത്രയും ലെവൽ താഴോട്ടാണെന്നറിയാതെ. അതിന്റെ താഴോട്ട് ഇനി ഒരു ലെവലില്ല. കല്ലും മണ്ണും പശമണ്ണൊക്കെ ഉപയോഗിച്ച് ശക്തിയായിട്ട് പണിയുന്ന ഒരു മതിലാണ്. സ്തോത്രം.
ഇന്നാണ് ഈ സിമെന്റ് ഒക്കെ കണ്ടുപിടിച്ചത് കേട്ടോ. അന്ന് സിമെന്റ് ഒന്നുമില്ല. അന്ന് ഉപയോഗിക്കുന്ന എന്താ പറയാ, കെട്ടിന് ഉപയോഗിക്കുന്ന കൂട്ട് ഇന്നത്തെ സിമെന്റിനേക്കാളും സ്ട്രോങ്ങാ. പഴയ അണക്കെട്ടുകളും പഴയ ഡാം റിസർവോയർ, ചെറിയ ഡിസർവോയർ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. അതിൻ്റെയൊക്കെ കൂട്ട് ശരിയായ കൂട്ടാണ്. എന്തിനധികം ഞാൻ താമസിക്കുന്നിടത്ത്, ഇവിടെ കൂടല്ലൂരിനടുത്ത് മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മരപ്പാലം, അവിടെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിതൊരു പാലമുണ്ട്. അവിടെ പാലം, എനിക്ക് തോന്നുന്നു ആ പാലം പണിതിട്ട് 100 വർഷത്തിന് മേലായി. 100 വർഷത്തിന് മേലായി. നമ്മുടെ പാലം പണിയെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും ഞാനങ്ങ് പറയാം. ഇപ്പോഴത്തെ പാലം പണിയുടെ കാര്യമല്ല, അന്നത്തെ പാലം പണി. ഈ അടുത്ത ദിവസം വാഹനത്തിന്റെ തിരക്ക് കാരണം ഗവൺമെന്റ് തീരുമാനിച്ചു അതിനടുത്തോട്ട് വേറൊരു പാലം കൂടെ പണിയാം. അങ്ങനെ വേറൊരു പാലം പണിയാൻ വേണ്ടി തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ പണി ചെയ്യുക. ആ പാലം പണിക്ക് ഈ പഴയ പാലത്തിന്റെ ഒരു കൈവരി എടുത്ത് കളഞ്ഞാലേ ആ പുതിയ പാലം അവിടെ പണിയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കൈവരി എടുക്കാൻ വേണ്ടി, അത് കല്ലുകൊണ്ട് കെട്ടിയ കൈവരിയാണ്, അത് പൊളിക്കാൻ വേണ്ടി JCB വന്ന് പണിയെടുക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടി കാണാൻ വേണ്ടി പോയി. ഞാനും അതിൽ എന്തോ ഒരു അത്യാവശ്യത്തിന് ടൗണിലോട്ട് പോകുമ്പം ഇത് പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ആ JCB ആ പഴയ പാലത്തിന്റെ കൈവരി ഉണ്ടല്ലോ, അത് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അതൊന്ന് പൊളിക്കാൻ JCB കൈയും കാലും കെട്ട് കാണിക്കുന്ന പരിപാടി കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിന്റെ സ്ട്രോങ് അത്ര ഭയങ്കരമാണ്. സ്തോത്രം. പഴയ കെട്ട അന്നത്തെ കാലത്ത്. സ്തോത്രം. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മതിൽ പണിക്ക് നെഹമ്യാവ് ഉപയോഗിക്കുന്നത് അന്നത്തെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ. ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് പണിയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കളിയാക്കുന്ന ഒരാളാണ് തോബിയാവ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ദൈവവചനവുമായി ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങുമ്പോൾ, ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയും ഏറ്റവും നല്ല സംവിധാനം ഉപയോഗിച്ച് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തെ ഏറ്റവും നല്ല രീതിയിൽ കളിയാക്കാൻ ആളുകൾ ശ്രമിക്കും. അതിന് ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഒരു വാക്യം കൂടെ നിങ്ങളെ വായിച്ച് ഞാൻ കേൾപ്പിക്കാം. 9ാമത്തെ വാക്യം മുതലാണ്. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ കളിയാക്കലൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചെയ്ത പണി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. എന്നാൽ യഹൂദർ ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു. കല്ലും മണ്ണ് ഇനിയും വളരെ കിടക്കുന്നു. ആകയാൽ മതിൽ പണിവാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും വരുതെന്ന് പറഞ്ഞു. കണ്ടോ, ശത്രു എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, കല്ലും മണ്ണ് ഇനിയും കിടപ്പുണ്ട്. കല്ലും മണ്ണ് ഇനിയും കിടപ്പുണ്ട്. കല്ലും മണ്ണും ഇല്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട. എന്റെ ദൈവവേദിലെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി സംവിധാനങ്ങൾ കിടപ്പുണ്ട്. അത് തീർന്നു, ആ സമയം കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ ചെയ്യാൻ ഇനിയും സമയമുണ്ട്. കാഹളം എപ്പോൾ ധ്വനിക്കുന്നു അവിടം വരെ നമുക്ക് സമയമാണ്. കാഹളത്തിന് ധ്വനി എപ്പോൾ കേൾക്കുന്നു അതുവരെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയമാണ്. ആ സമയം ഞാൻ നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ആമേൻ, ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഫെഡപ്പ് ആകരുത്. നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ചെറിയ കൃപയുണ്ടല്ലോ, അത് ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്തുക. അല്പമെങ്കിലും അതിന് ചാർജ് കുറഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ ആരോടും പരാതി പറയാൻ പോകണ്ട. മുട്ടയിലിരുന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, വീണ്ടും ചാർജ് ഏറ്റെടുക്കുക, വീണ്ടും ശക്തി പ്രാപിക്കുക, ദൈവത്തിന് പ്രയോജനപ്പെടുക. ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷയെ കൊണ്ട് പരാതി പറയുന്ന ഒത്തിരി ആളുകളുണ്ടെന്ന് വന്നേക്കാം. നിങ്ങളുടെ സ്തോത്രം, ഈ ഒരു സംരംഭം വേറെ പണിയൊന്നുമില്ല, ചുമ്മാ തുടങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കിയേക്കാം. ഭാരപ്പെടേണ്ട. ദൈവമാണ് നിങ്ങളെ ദൗത്യം ഏൽപ്പിച്ചതെങ്കിൽ ക്രിസ്തുവിനെ നാളോളം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഭാരപ്പെടേണ്ട കേട്ടോ, പ്രാർത്ഥിക്കാൻ പോവാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദീർഘവർഷങ്ങളായി അവരങ്ങയുടെ വേലയിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയിൽ അവർ വിശ്വസ്തയോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നാവാക്കുകൾ
ആമേൻ, അവരുടെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിൽ, അവരുടെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അവരെ കളിയാക്കുന്ന, അവരെ നിന്ദിക്കുന്ന, അവരുടെ ഹൃദയത്തിന് മുറിവേൽക്കുന്ന വിധത്തിൽ അവരുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒത്തിരി സംരംഭങ്ങൾ, സംവിധാനങ്ങൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർ ഫെഡപ്പായി പോകാറുണ്ട്. കർത്താവെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് ശക്തി പകരണമേ, ബലം പകരണമേ. ഞാൻ ഹൃദയം തുറന്ന് അവരുടെ ശുശ്രൂഷകളെയും അവരെ കുടുംബത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപ പകരണമേ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, മറക്കരുത്, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആമേൻ. നിങ്ങളെ ഏൽപ്പിച്ചത് ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോവുക. ആമേൻ. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതം. പ്രതിസന്ധി വരുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.